ഉത്തമഗീതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ. വേദപുസ്തകമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനതൊന്ന് പറഞ്ഞുകൊള്ളാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വേദഭാഗം. ആ വേദഭാഗം എങ്ങനെയാണ്? നമുക്ക് ഒരു വീടുണ്ട്, ആ വീടിൻ്റെ ഉത്തരം ദേവദാരുവും അതിൻ്റെ കഴുക്കോൽ സരളവൃക്ഷവുമാകുന്നു. ഒരു ഭവനത്തെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യന് മാത്രമല്ല ഉള്ളത്, ജീവജാലങ്ങൾക്കും ഒക്കെ ഉള്ള ഒരാഗ്രഹമാണ് ഒരു ഭവനം ഉണ്ടാകണം എന്നുള്ളത്. പക്ഷേ ജീവജാലങ്ങളുടെ ഭവനം ഒരു പക്ഷേ അതൊരു കൂടാകാം പക്ഷിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ജീവജാലങ്ങളെ സംബന്ധിച്ചൊരു മാളമാകാം. അപ്പോൾ മനുഷ്യന് മാത്രമല്ല എല്ലാവർക്കുമുള്ള ഒരാഗ്രഹമാണ് ഒരു ഭവനമുണ്ടാകണം. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മെ സംബന്ധിച്ച് ഭവനം എന്ന് പറയുന്നത് ഒരു ഈവൻ്റാണ് എന്ന് പറഞ്ഞാൽ ഈവൻ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഭവനം എന്നുള്ളത് നമ്മയൊക്കെ സംബന്ധിച്ച് ഒരു ഈവൻ്റാണ്. കാരണം യോഗ്യമായിരിക്കുന്ന ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നു, ഒരു വാസസ്ഥലം അതിനുവേണ്ടി നമ്മൾ ക്രമീകരിക്കുന്നു, ഒരു ഭവനം നമ്മൾ ക്രമീകരിക്കുന്നു. ഇനി അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് നമ്മൾ വാങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു വില്ല വാങ്ങുന്നു. ഇതിനെയൊക്കെയാണ് നമ്മൾ ഒരു ഈവൻ്റ് എന്ന് പറയുന്നത്. കാരണം അതൊക്കെ മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വസ്ഥരായി റെസ്റ്റ് എടുക്കുവാൻ, വിശ്രമിക്കുവാൻ ഏകദേശമൊക്കെ ആയി എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്തയിലേക്ക് എല്ലാ മനുഷ്യരും എത്താറുണ്ട്. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനൊരു ഭവനം കൊടുക്കുമ്പോൾ അതൊരു ഈവൻ്റ് അല്ല. അവനെ സംബന്ധിച്ച്, അവൻ്റെ തലമുറകളെ സംബന്ധിച്ച് ദൈവം ആരംഭിക്കുന്ന ചരിത്രത്തിൻ്റെ ആദ്യത്തെ പടിയാണ് ആ ഭവനം എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കണം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ഒരു ഭവനം ദൈവം അവന് കൊടുക്കുമ്പോൾ അതൊരു ഈവൻ്റ് അല്ല, നേരെ മറിച്ച് അവനെ സംബന്ധിച്ച്, അവൻ്റെ തലമുറകളെ സംബന്ധിച്ച് ദീർഘകാലം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ചരിത്രത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് ഒരു ഭവനം അവന് കൊടുക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ വാത്സല്യ ഭവനത്തെ സംബന്ധിച്ച് ദൈവം എഴുതുവാൻ ആഗ്രഹിക്കുന്ന ചരിത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പദം ഇന്ന് പകൽ എഴുതിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനം വാത്സല്യ സാറിനും കുടുംബത്തിനും ഒക്കെ ദൈവം കൊടുത്തല്ലോ. അതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഇനി ഈ ഭവനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഭവനം ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എന്താ ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്? ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാൻ വായിച്ച വാക്യമല്ല, ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ് ദൈവം പറയുന്നത്. വായിക്കാൻ നേരമില്ല, ഞാനൊന്ന് പറഞ്ഞു പോയിക്കൊള്ളാം. അതിൻ്റെ ചരിത്രം ഒന്ന് പറയാം. ഇസ്രായേൽ മക്കൾ അവർ യാത്ര ചെയ്തു വരുമ്പോൾ ദൈവം അവരോട് പറയുന്ന ഒരു വാഗ്ദത്തമുണ്ട്. കനാൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിലും അപ്പുറത്ത് ദൈവം അവരോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ പണിയാത്ത ഭവനം ഞാൻ നിങ്ങൾക്ക് പാർക്കാൻ തരും. നിങ്ങൾ ശ്രദ്ധിക്കണേ. പലരും പറയാറുണ്ട് ഭവനം എന്നുള്ളത് അത് ദൈവത്തിൻ്റെ ഒരനുഗ്രഹമാണ്. പക്ഷെ ഞാനത് പറയുന്നത് അതൊരു അനുഗ്രഹം മാത്രമല്ല, അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം നിശ്ചയമായും ഈ ഭൂമിയിൽ പാർക്കേണ്ടതിന് അവൻ്റെ വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണമായി ഒരു ഭവനം ഉറപ്പുള്ളത് ദൈവം കൊടുത്തിരിക്കും. ഈ ഭവനത്തെക്കുറിച്ച് ചില നാളുകൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് വാത്സല്യ സാറിനോടോ കുടുംബത്തോടോ ദൈവം പറഞ്ഞ ആ വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണമാണ് ഇന്ന് പകലിൽ ഇവിടെ സംഭവിച്ചത്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തെ ദൈവം മറന്നു കളഞ്ഞില്ല, ഭവനത്തെ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞില്ല. കഷ്ടതകളും ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും നെടുവീർപ്പിട്ട് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ കൂടെ ഈ ഭവനം എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമായി ദൈവം അത് നിവർത്തിച്ചു കൊടുത്തതോർത്ത് ഈ ദിവസവും ഞാൻ നന്ദിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവൻ പറഞ്ഞ വാഗ്ദത്തം നിവർത്തിപ്പാനായിട്ടിടയായി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ വേദപുസ്തകം പഠിച്ച 2 ഭവനമാണുള്ളത്. ഒന്ന് താൽക്കാലിക ഭവനം, ടെൻ്റ്, കൂടാരം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. താൽക്കാലികമായിരിക്കും അത് നമ്മൾ വസിക്കുന്ന, നമ്മൾ ഉണ്ടാക്കുന്ന കൂടാരത്തെക്കുറിച്ചാണ്. ഇനി രണ്ടാമത്തെ കൂടാരം നിത്യമായ കൂടാരമാണ്. അത് ദൈവം പണിയുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഭവനത്തെ സംബന്ധിച്ചുള്ളത് നമ്മൾ എടുത്തു നോക്കിയാൽ നിത്യമായിരിക്കുന്ന ദൈവം ശില്പിയായി പണിയുന്നതിനെ കുറിച്ചുള്ള വാക്യങ്ങൾ കുറവാ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഈ വാക്യങ്ങൾ കുറവാ.
ഇനി മനുഷ്യൻ പണിയുന്ന ഭവനത്തെക്കുറിച്ചാണ് അധികമായി വിശുദ്ധ വേദപുസ്തകം സംസാരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? ദൈവത്തിൻ്റെ വാഗ്ദത്തമായതുകൊണ്ടും, 2 അത് ദൈവം കൊടുക്കുന്നത് കൊണ്ടും, 3 അത് ദൈവത്തിൻ്റെ ഹിതം നിറവേറാനുള്ളതായതുകൊണ്ട് ദൈവം അതിൻ്റെ പദ്ധതികൾ അത് നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 1 ഭവനം ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. 2 ഇത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ ഭവനം ദൈവം തന്നിട്ടുള്ളത്. എന്തിനാണ് ദൈവം ഭവനം തന്നത്? ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറുന്നതിന് വേണ്ടി. ഒരു വേദഭാഗം ഞാനൊന്ന് പറഞ്ഞു പോകാം, വായിക്കാൻ നേരമില്ലല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം. അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാ, പെസഹ ആചരിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് ഒരു മാളിക കണ്ടെത്തണം. അതിന് കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് നിങ്ങൾ ചെല്ലണം. എതിരെയുള്ള ഗ്രാമത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന ഒരു പുരുഷനെ നിങ്ങൾ കാണും. അത് യഹൂദ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കണം. യഹൂദ പശ്ചാത്തലത്തിൽ ഭവനത്തിലെ പണികൾ, വീട്ടിലെ പണികൾ, അടുക്കളയിലുള്ള കിച്ചൺ ജോലികൾ ഒരു യഹൂദൻ ചെയ്യാറില്ല. വിറക് കീറാറില്ല, അവൻ വസ്ത്രം അങ്ങനെ അവർക്ക് വേണ്ടി അത് ക്ലീൻ ചെയ്യാറില്ല, ആഹാരങ്ങൾ പാകം ചെയ്യാറില്ല, വെള്ളം കോരാറില്ല. ഇനി അത് പ്രഭാതത്തിൽ ഉച്ച സമയത്ത് അതൊന്നും അവർ ചെയ്യാറില്ല. അപ്പോൾ ഈ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എതിരെയുള്ള ഗ്രാമത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു കുടം വെള്ളവുമായിട്ട് ഒരു പുരുഷൻ നിങ്ങളെ കാണും. അവരോട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, യഹോവയ്ക്ക് കർത്താവിന് പെസഹ ആചരിക്കേണ്ടതിന് നിങ്ങൾ ഒരു മാളിക മുറി അവനോട് ചോദിക്കണം. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക നിങ്ങൾക്ക് കാണിച്ചു തരും. ഇനി യഹൂദന്റെ ഈ ആഹാര രീതി അല്ലെങ്കിൽ പെസഹയുടെ രീതി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. ഇനി യഹൂദനെ സംബന്ധിച്ച് അവന്റെ ആഹാര രീതിക്ക് തന്നെ പ്രത്യേകതയുണ്ട്. നമ്മളൊക്കെ ആഹാരം കഴിക്കും, ഇതൊക്കെ കഴിയുമ്പോൾ അല്പനേരം കഴിയുമ്പോൾ ഇവിടെ രുചി സമർത്ഥമായിരിക്കുന്ന ആഹാരമുണ്ട്. അത് ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ഡൈനിങ് ടേബിൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ ബുഫേ സംവിധാനം ഒക്കെയാണ്. പക്ഷേ യഹൂദനെ സംബന്ധിച്ച് അവൻ ആഹാരം കഴിക്കുന്നത് പാതി കിടന്നുകൊണ്ടാണ് അവൻ ആഹാരം കഴിക്കുന്നത്. അങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ രാജസ്ഥാനിലൊക്കെ ചെന്നാൽ, മറ്റ് ഇടങ്ങളിലൊക്കെ ചെന്നാൽ ഇരുന്നു കൊണ്ടാണല്ലോ അവിടുത്തെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഈ യഹൂദൻ അവൻ ആഹാരം കഴിക്കുന്നത് പാതി കിടന്നുകൊണ്ടാണ് അവൻ കഴിക്കുന്നത്. അപ്പോൾ ഒരു യഹൂദൻ പെസഹ ആചരിക്കണമെങ്കിൽ 1-2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, അവിടെ ആ വീട്, ആ ഭവനം, മാളിക എന്ന് പറയുന്നത് ശുദ്ധീകരണ പ്രകാരം കൈകാലുകൾ കഴുകാനുള്ള സൗകര്യം വേണം. 2ാമതായിട്ട് ആഹാരം കഴിക്കുന്നതിന് മുൻപ് വീണ്ടും അവർ ശുദ്ധമാകാറുണ്ട്, ശുദ്ധീകരണം പ്രാപിക്കാറുണ്ട്. ഇനി ഇതുപോലെ പാതി കിടന്ന് ആഹാരം കഴിക്കുവാൻ കഴിയുന്ന യേശുക്രിസ്തുവിനും അവന്റെ 12 ശിഷ്യന്മാർക്കും ഇനി അവരോട് കൂടെയുള്ളവർക്കും കഴിക്കുവാൻ പാകമുള്ള വൻ മാളിക മുറിയാണ് അവിടെ സജ്ജമാക്കുവാനായിട്ടിടയായത്. യേശുക്രിസ്തുവിന്റെ ദൗത്യത്തിനു വേണ്ടി, അതിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി, അതിന്റെ പൂർത്തീകരണ സഫലതയ്ക്ക് വേണ്ടിയുള്ള ഒരു മാളിക മുറിയായിരുന്നു അവിടെ കാണുവാൻ കഴിയുന്നത്. ഏതു നേരത്തും യേശുവിന് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ഭവനം, ഏതു നേരത്തും യേശുവിനെ കയറി ചെല്ലുവാൻ കഴിയുന്ന ഒരു ഭവനം, ഏതു നേരത്തും യേശുക്രിസ്തുവിന്റെ ഉപദേശം നടക്കുവാൻ കഴിയുന്ന, ആഗ്രഹം നടക്കുവാൻ കഴിയുന്ന ഒരു ഭവനമായിരിക്കണം എന്നെ കേൾക്കുന്ന നമ്മുടെ ഭവനം എന്ന് പറയുന്നത്. ആരാധനയുള്ള, പ്രാർത്ഥനയുള്ള, ദൈവിക വിടുതൽ നടക്കുന്ന ഒരു ഭവനമായി, അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. വാത്സല്യ സാറിനെയും കുടുംബത്തെയും അതിനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ ഉദ്ദേശം ഏത് സമയത്തും ദൈവത്തിന്റെ പദ്ധതി നടക്കുന്ന ഒരു ഭവനമായി മാറണം. അതിനാണ് ദൈവം ഈ ഭവനം തന്നിട്ടുള്ളത്. എൻ്റെ ഭവനവും നമ്മുടെ ഭവനവും അതിനാണ് ദൈവം തന്നിട്ടുള്ളത്. ഞാൻ വായിച്ച വേദഭാഗം ഒന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. നമുക്കൊരു വീടുണ്ട്, ആ വീടിൻ്റെ ഉത്തരം ദേവദാരുവാണ്. നമ്മുടെ വേദപുസ്തകത്തിൻ്റെ ചരിത്രം യഹൂദന്റെ ചരിത്രമാണ്. അവിടെ ദേവദാരു എന്ന് പറയുന്നത് ഉന്നതമായിരിക്കുന്ന പാറക്കെട്ടുകളിൽ വളരുന്ന ഒരു വൃക്ഷമാണ്. വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ദേവദാരു എന്ന് പറയുന്നത്. അതിൻ്റെ ഒത്തിരി സവിശേഷതകളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തെ കാണിക്കുന്ന ഒരു വൃക്ഷമാണ് ദേവദാരു എന്ന് പറയുന്നത്. ഈ ഭവനത്തിൻ്റെ മേൽക്കൂര നോക്കിയാൽ നമുക്കിവിടെ കോൺക്രീറ്റ്, അതുപോലെ കമ്പി, സിമെന്റ്, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ആക്ഷരികമായി ഇത് കാണാൻ കഴിയുന്നില്ലെങ്കിലും ആത്മീകമായി ഈ ഭവനത്തെ നോക്കുന്ന ഒരാൾ, ഈ
പുറത്തൂടെ നടക്കുന്ന ഒരാൾ, യേശുവിനെ അറിയാത്ത ഒരാൾ ഈ ഭവനം കാണുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനം കാണുന്ന ഒരു ഭവനമായിട്ട് ഈ ഭവനം തീരണം. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മൗനമായിട്ടല്ല കേട്ടോ, ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനം മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, ഒരൊറ്റ നാമം മാത്രം, ഒരൊറ്റ വ്യക്തി മാത്രമെന്ന് വാത്സല്യ കൊച്ചുമോൻ സാറിന്റെ ഭവനം ഈ കുറിച്ചിയിലുള്ളവർ കാണുമ്പോൾ, കോട്ടയത്തുള്ളവർ കാണുമ്പോൾ പറയണം, ഇത് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തെ കാണുന്ന അറിയുന്ന ഒരു കുടുംബമാണെന്ന് പറയണം. രണ്ടാമത്തെ പ്രത്യേകത കഴുക്കോലാണ്. എന്താ കഴുക്കോല്? അത് സരളവൃക്ഷമാണ്. ഇന്ന് അതൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ആത്മീകമായിട്ട് ഈ സരളവൃക്ഷം എന്ന് പറയുന്നത് ഈ യഹൂദന്റെ ശവപ്പറമ്പുകളിലാണ് ധാരാളമായി കാണുന്നത്. യഹൂദന്റെ ശവപ്പറമ്പ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മരണത്തെ പ്രകീർത്തിക്കുന്ന ഒരു വൃക്ഷമാണ് ഈ സരളവൃക്ഷം. ചുരുക്കി പറഞ്ഞാൽ ഈ ഭവനത്തെ കാണുന്നവർ രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന്, യേശു ക്രിസ്തു ഈ ഭവനത്തിനു വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിനു വേണ്ടി അവൻ മരിച്ചു, അവൻ മാത്രമാണ് യോഗ്യൻ എന്ന് ഈ ഭവനം കാണുമ്പോൾ അറിയണം. അവൻ മരണം കൊണ്ട് അവസാനിച്ചില്ല. ഉലകത്തിലുള്ള സകല കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച് മരണത്തെ ജയിച്ച അത്യുന്നതനായ ഏക സത്യദൈവമായ ഒരു ദൈവമുണ്ടെന്ന് മാലോകരറിയണം. അതിനാണ് ഈ ഭവനം അത്യുന്നതനായ ദൈവം തന്നത്. അതുകൊണ്ട് വാത്സല്യ സാറിനോടും വാത്സല്യ സാറിൻ്റെ കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും ബന്ധുമിത്രാദികളോടും കടന്നു വന്നിട്ടുള്ള ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരോടും പറയട്ടെ, നമ്മുടെ ഭവനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അതാകണം. അങ്ങനെ ദൈവം അനുഗ്രഹിക്കുന്ന എല്ലാ നന്മകളാലും എല്ലാ സമൃദ്ധിയാലും ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ഭവനമായി വാത്സല്യ ഭവനത്തെ ദൈവം പണിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുന്ന സെൻറ്ററിലെയും സഭയിലെയും എൻ്റെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായിട്ടുള്ള എല്ലാ നന്മകളും ആശംസകളും പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. സമയം തന്ന ദൈവദാസന് നന്ദി. ദൈവമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.